CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ CPM BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകൻ ചെമ്മണ്ണൂർ കല്യാപ്പറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള പ്രസിൽ, BJP പ്രവർത്തകൻ ചെമ്മണ്ണൂർ പണിക്കശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള റോഹൻ എന്നിവർക്കാണ് വ്യത്യസ്ത സംഭവങ്ങളിലായി പരിക്കേറ്റത്. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എരവക്കാട് കോഴിക്കര അന്നിക്കര വീട്ടിൽ 30 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അണ്ണക്കമ്പാട് സെന്ററിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കഥകളി ക്ലബ്ബും ചേർന്ന് ആദരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഗോപി വന്ദനം എന്ന പേരിൽ ആദരണീയം സംഘടിപ്പിച്ചത്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും 300-ാം സംയുക്ത ഊട്ടുതിരുനാളിന് തുടക്കമായി. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിനടുത്തുള്ള പറമ്പിൽ തീപിടുത്തം. കുന്നംകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വേലൂർ നവദേവാലയത്തിന്റെ ദശവാർഷികവും കൈക്കാര സംഗമവും നടന്നു. ഫൊറോനാപ്പള്ളിയുടെ ദൈവാലയത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങളും 50 വർഷത്തെ കൈക്കാരന്മാരായിരുന്നവരുടെ സ്നേഹസംഗമവും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓർത്തെടുക്കാൻ ഓർമ്മകളെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന കഥകളി ചെണ്ട വിഭാഗങ്ങളിലെ ആദ്യ ബാച്ചിന്റെ അരങ്ങേറ്റം നടന്നു. പുതുശ്ശേരിയിലെ ഐക്യ ആർട്ട് ഫാമിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മകളുടെ കുട്ടിക്കാലത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി. 500 റോഡ് മുഖമൂടിമുക്കിലെ നമാസ് നഗറിൽ സജ്ജമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉണ്ണിപ്പുര സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ പടിഞ്ഞാറ്റുമുറിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. എയ്യാൽ കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. മെയ് 3 മുതൽ 10 വരെയാണ് കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നത്. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര, ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി സുധീഷ് കാർമ്മികത്വം വഹിച്ചു. അപ്പുമാസ്റ്റർ നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് KPCC അംഗം ജോസഫ് ചാലിശ്ശേരി. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KT ശങ്കരപ്പണിക്കർ എന്ന അപ്പുമാസ്റ്ററുടെ 22ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ മെയ് 7 മുതൽ 10 വരെ പഴഞ്ഞി പട്ടിത്തടം സ്വാഗത ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടക്കുന്ന VBSൽ 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിസ്ഡം ഡേ നടത്തി. മന്ദലാംകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.